ഉപബോധ മനസ്സിൽ ആശയങ്ങൾ എങ്ങനെ കടത്തിവിടാം? നമുക്ക് ബോധമനസ്, ഉപബോധ മനസ്സ് ഇത് രണ്ടും നമ്മുടെ മനസ്സിൻ്റെ ഭാഗങ്ങളാണ്. 10% ബോധമനസ്സ്, 90% ഉപബോധ മനസ്സ്. ഇപ്പോൾ 10% നമ്മൾ കാര്യങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ബോധമനസ്സ് പ്രവർത്തിക്കുന്നു, എല്ലാമാണ്. പക്ഷെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് 90% അതിലേക്ക് കാര്യങ്ങൾ എല്ലാ സമയത്തും കാണുന്നതും കേൾക്കുന്നതും എല്ലാം കടന്നു പോകുന്നുണ്ട്. ഉപബോധ മനസ്സ് ഒരു ചോദ്യം കൂടാതെ പോസിറ്റീവിനെ നെഗറ്റീവിനെ എടുക്കും. അങ്ങനെ അത് പോകുന്നതെല്ലാം ഉപബോധ മനസ്സിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നല്ല ആശയങ്ങൾ കടത്തി വിടണമെങ്കിൽ, നല്ല ആശയങ്ങളിൽ ചെന്നെങ്കിൽ മാത്രമേ വീണ്ടും അത് നല്ലത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് ചില ഉപായങ്ങളുണ്ട്. അതിനു മുമ്പേ തന്നെ ഈ ബോധമനസ്സ് ഉണർന്നിരിക്കുമ്പോൾ എന്ന് പറയും, ഉറങ്ങുമ്പോഴാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഉപബോധ മനസ്സ് രാത്രിയിൽ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു കള്ളൻ കയറിയെന്നുള്ള സംശയം വരുന്നു, അങ്ങനെ വരുമ്പോൾ നമ്മളെ തട്ടി ഉണർത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ബെഞ്ചിലാണ് കിടന്നുറങ്ങുന്നത്. സാധാരണ വലിയ കട്ടിൽ കിടന്നുറങ്ങി വേറൊരു സാഹചര്യത്തിൽ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങേണ്ടി വന്നാലും കിടക്കാൻ നേരത്ത് നമ്മൾ ബോധമനസ്സിൽ ഇത്രയുള്ള ചെറിയ ബെഞ്ചിലാണ് കിടക്കുന്നതെന്നുള്ള ബോധം ഉണ്ടായിരിക്കും. പക്ഷെ അത് ഉപബോധ മനസ്സ് അത് മനസ്സിലാക്കി ആ താഴെ വീഴാതെ രാത്രിയിൽ നമ്മളവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കൊച്ചുകുട്ടികൾ നമ്മുടെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനക്കം വരുമ്പോൾ തന്നെ നമ്മൾ ഉണരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപബോധം ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ എല്ലാ ഹാർട്ട് മറ്റു കാര്യങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഇമേജായിട്ട്, രണ്ടാമത് ഇമോഷൻസായിട്ട് അല്ലെങ്കിൽ ഫീലിങ്സായിട്ട്. ഇങ്ങനെ അത് രണ്ട് രീതിയിൽ പോകും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാക്ക എന്ന് പറയുമ്പോൾ കാക്കയുടെ രൂപമാണ്. അതെ അതെ, പറന്നു പോകുന്നു. അതുപോലെ കാറെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാറ് വരും. അതേസമയം ഒരു പ്രത്യേക കാറിൻ്റെ ബ്രാൻഡ് പറയുകയാണെങ്കിൽ ആ കാറ് തന്നെ കാണും. അതെ അതെ. വീടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വീട് കാണും. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട് തന്നെ കാണും. അങ്ങനെ എല്ലാ ഇമേജുകളും കോടിക്കണക്കിന് ഇമേജുകൾ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലാണ് ഉപബോധ മനസ്സ്. പിന്നെ ഉള്ളത് ഫീലിങ്സായിട്ടാണ്. ദുഃഖം, സന്തോഷം, ഇങ്ങനെയുള്ള ഫീലിങ്സ് എല്ലാം അതിനകത്ത്. ഈ രണ്ട് രീതി മാത്രമേ അത് കാര്യങ്ങൾ സൂക്ഷിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ അകത്തോട്ട് പോകേണ്ട എങ്ങനെയൊന്ന് ചിന്തിക്കണം. കാരണം നല്ല കാര്യങ്ങൾ പോയാലേ അത് കാണുള്ളൂ. ഇപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ തീരെ മോശമുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാണുന്നത്. അല്ലെങ്കിൽ രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആശുപത്രി ഇതുപോലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പം ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ പോലും രോഗം വരരുതെന്ന് പ്രാർത്ഥിച്ചാൽ രോഗത്തിൻ്റെ ചാനലിലേക്ക് നമ്മൾ പോകും. നമുക്ക് രോഗം ഉണ്ടാകും. അല്ലെങ്കിൽ ദാരിദ്ര്യം മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യം എന്നുള്ള ചാനലിലേക്ക് പോവുകയും ചെയ്ത് ആ ഫീലിങ്സാണ് നമുക്ക് അവിടെ വരുന്നത്. കാരണം അതിന് ഇമേജ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന അല്ലാതെ സുഖം തരണം, ആരോഗ്യം തരണം, ഈ രീതിയിലുള്ള പ്രാർത്ഥനകളിലേക്കും മാറ്റും. അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ആശയങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കയറ്റി വിടണം. അത് ആ രീതിക്ക് തന്നെ ആണ് പോകേണ്ടത്. വേണം എന്നുള്ളതിനൊന്നും ഇമേജും ഇല്ല, ഫീലിങ്സും ഇല്ല. അപ്പോൾ അത് ന്യൂട്രലാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് വിടുന്നു. ചെടികൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ദുഷിച്ച വായു വിടുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്ത് ഇത് ന്യൂട്രലാണ്. അതുകൊണ്ട് നമ്മൾ ആശയങ്ങൾ നടത്തി വിടുമ്പോൾ എല്ലാം നല്ല ഇമേജസ് ആയിട്ടും നല്ല ആശയങ്ങളും ആരോഗ്യം, സമ്പത്ത്, സന്തോഷം ഇങ്ങനെയുള്ള വാക്കുകളും എല്ലാം വിട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിലേക്ക് ആയിത്തീരുന്നു. അപ്പം നമ്മൾ ഈ ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സോ വിഷ്വലോ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ കാണുകയും ചിന്തിക്കുകയും ചെയ്യരുത് എന്നാണ് അതിനകത്തൊരു അർത്ഥം. അതാണ് ഏറ്റവും നല്ലത്. കാരണം മൈൻഡ് ഇൻപുട്ട് എന്ന് പറയും. കമ്പ്യൂട്ടറിലേക്ക് ഇടുന്ന ഇൻപുട്ട് 2 വാക്ക് അടിക്കുമ്പം തിരിച്ചു വരത്തില്ല. അല്ലെ മൊബൈലിൽ പോലും 2 അക്ഷരം അടിക്കുമ്പം ബാക്കി വരുന്ന പോലെ നമ്മളിടുന്ന നെഗറ്റീവ് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. പോസിറ്റീവായിട്ടുള്ള മാത്രം നമ്മൾ ചെയ്യാം. ആ രീതിക്ക് അത് പോകുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ രീതി തന്നെ നമുക്ക് എടുക്കണം.